ഇന്നത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു വെച്ചെങ്കിൽ വെസൽ ക്ലീനിങ്. ഒരു വെസലുണ്ട് നമുക്ക് സൈറ്റിൽ. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റെ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. അതേപോലെ ഇൻസ്ട്രുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളത് ഒരു കാപ്പിലറി ടൈപ്പ് ലെവൽ ട്രാൻസ്മിറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വെസൽ, മനസ്സിലായല്ലോ. ഇതാണ് വെസൽ. ഇങ്ങനെയായിരിക്കും ഇവിടുത്തെ വെസൽ ഉണ്ടായിരുന്നത്. അവിടെ കുറേ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ലെവൽ തന്നെ 2-3 ലെവലുണ്ട്. അതിൽ ഒരെണ്ണം ആണ് ഇവിടെ പറയുന്നത്. ഈ ലെവൽ വെസലിൽ നമുക്ക് എൽ പി സൈഡ് എന്ന് പറയണത് ഈ പോർഷനാണ്, എൽ പി സൈഡ്. ഓക്കെ, എച്ച് പി സൈഡ് താഴത്തെ പോർഷൻ. ഓക്കെ, ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് വരിക വെച്ചെങ്കിൽ ഈ എൽ പി സൈഡിൽ നിന്ന് ഒരു പൈപ്പ് ലൈൻ ഉണ്ടാവും ഔട്ട്ലെറ്റായിട്ട്. ഇവിടേക്ക് ഒരു പൈപ്പ് ലൈന്, പുറത്തേക്ക് ഔട്ട്ലെറ്റ് പൈപ്പ് ലൈനാണത്. 2 സ്പൂളുകൾ. അതിലൊരു വാൾവ്, 2 വാൾവുകളുണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഓറിങ് ഇതിന് ഡിപ്പ് റിങ് എന്ന് പറയും. ഡിപ്പ് റിങ് വേറെ സ്കെച്ച് യൂസ് ചെയ്യും. അത് കുറച്ചും കൂടി ഇതായിരിക്കും. ഓക്കെ, ഇതിനെ കളർ മാറ്റാം. ഇതിനെ ഡിപ്പ് റിങ്, ഇത് ഡിപ്പ് റിങ് ആണ്. അത് കഴിഞ്ഞിട്ട് ഈ ഡിപ്പ് റിങ്ങിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐസൊലേഷൻ വാൾവ് ഉണ്ട്. പിന്നെ ഐസൊലേഷൻ്റെ തൊട്ടടുത്ത് ഒരു ടാപ്പിംഗ് പോയിൻ്റ് ഉണ്ട്. അതിന് തൊട്ടപ്പുറത്ത് ഐസൊലേഷൻ വാൾവ് ഇല്ല, പക്ഷെ ഒരു ടാപ്പിംഗ് പോയിൻ്റ് ഉണ്ട്. ഈ ടാപ്പിംഗ് പോയിൻ്റ് എപ്പോഴും ബ്ലൈൻഡ് ചെയ്തിരിക്കും. ഇതാണ് ബ്ലൈൻഡ്. ഓക്കെ, പിന്നെ അടുത്തത് ഇതാണ് ഡയഫ്രം, എൽ പി സൈഡ് ഡയഫ്രം. ഇപ്പോൾ ഡയഫ്രം ഇതിലിങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നെറ്റ് ബോൾട്ടൊക്കെ ഇട്ടിട്ട്, അറിയാത്തവർക്ക് വേണ്ടി പറയണം കേട്ടോ. ഇവിടെ നെറ്റ് ബോൾട്ടൊക്കെ ഫിക്സ് ചെയ്ത്, ഉള്ളിൽ എല്ലാം നെറ്റ് ബോൾട്ടായിരിക്കും. ഇപ്പോൾ കാണാൻ തന്നെ ഇങ്ങനെ ആയിരിക്കും ഫ്ലാഞ്ച്. ഓക്കെ, ഫ്ലാഞ്ച് എങ്ങനെയായിരിക്കും, അപ്പോൾ ഒരേ അങ്ങനെ ഫുൾ നെറ്റ് ബോൾട്ടൊക്കെ ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഈ പോർഷൻ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് എൽ പി സൈഡ് ഡയഫ്രം ഫ്ലാഞ്ച്. ഓക്കെ, അപ്പോൾ ഇത് കാപ്പിലറി ട്യൂബ്. മനസ്സിലായില്ലേ? ഈ ഡയഫ്രം ഫ്ലാഞ്ചിൽ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ പോർഷൻ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അങ്ങനെയായിരിക്കും ഡയഫ്രം ഫ്ലാഞ്ച്, അങ്ങനെയായിരിക്കും. നേരെ നെറ്റ് ബോൾട്ട് കിടാനുള്ള സ്പേസ് ഉണ്ട്, ഹോളുകൾ ഉണ്ടാവും. ഇതിൻ്റെ സെൻറ്ററിലാണ് ഡയഫ്രം വരുന്നത്. മോർ സെൻസിറ്റീവ് പാർട്ടാണത്. അപ്പോൾ പ്രത്യേകിച്ച് കെയർ വേണം ഈ ഏരിയ. ഇതാണ് ഡയഫ്രം വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലേ? അപ്പോൾ ഈ ഡയഫ്രം കണ്ടു, അതേപോലെ തന്നെ കാപ്പിലറി ട്യൂബ് കണ്ടു. ഈ കാപ്പിലറി ട്യൂബിൽ ഞാൻ പറയാം. കാപ്പിലറി ട്യൂബ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻസ്ട്രുമെൻ്റായിട്ട്. ഇതാണ് ഇൻസ്ട്രുമെൻറ്റ്, ഡി പി ടൈപ്പ്
ലെവൽ ട്രാൻസ്മിറ്റർ. ഓക്കെ, അപ്പോൾ ഈ കാപ്പിലറി ട്യൂബ് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫുൾ സെറ്റപ്പ്. ഇതിൻ്റെ ഈ ട്രാൻസ്മിറ്ററിൻ്റെ ഈ പോർഷൻ സെയിം ഇതേപോലെ തന്നെ ആയിരിക്കും. സെയിം ഇതേപോലെ തന്നെ ഫ്ലാൻജ് ടൈപ്പ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇത് സെയിം പഴയ മറ്റേതുപോലെ ഉള്ള ഡിപ്പ് റിങ് അതിനെ അനുബന്ധിച്ചിട്ടുള്ള വാൾവ് കാര്യങ്ങൾ, ഒരു ഐസൊലേഷൻ വാൾവ്, ഒക്കെ ഉണ്ടാവും. ഇതാണ് ഫുൾ സെറ്റപ്പ്. അടുത്ത പാർട്ട് കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തേണ്ടതാണ്.